നോമിനേഷനിൽ വന്നവർക്ക് അവിടെ അവരെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുകയായിരുന്നു ബിഗ് ബോസ്. നോമിനേഷനിൽ വന്ന എല്ലാവർക്കും അവരെന്തുകൊണ്ടാണ് നോമിനേഷനിൽ വന്നത് എന്നുള്ളതിനെ എക്സ്പ്ലനേഷൻ കൊടുക്കാനും അതോടൊപ്പം തന്നെ വീട്ടിലുള്ളവർക്ക് അവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്നൊരു കാര്യവും അവിടെ ബിഗ് ബോസ് പറഞ്ഞു. ജാസ്മിൻ അവിടെ നിന്നിട്ട് ജാസ്മിൻ നോമിനേഷനിൽ വരുന്നതിന് കാരണമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതിലൊരു കാരണമായിരുന്നു അവിടെ പെട്ടെന്നുണ്ടായ മാറ്റം. ജാസ്മിൻ്റെ അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല, മോശപ്പെട്ട മാറ്റങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അത് ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എന്ത് മോശപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ആ കാര്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം സിജു അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു, ജാസ്മിൻ്റെ ഞാൻ മുൻപ് ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ആ മാലയും ഫോട്ടോയും ജാസ്മിനോട് വെച്ചിരിക്കുന്നത് വീട്ടുകാർ വരുന്ന സമയത്ത് അതെടുത്ത് കളയില്ലേ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ജാസ്മിൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇല്ല അവർ കളയില്ല, അവർക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് അവിടെ ഉപ്പയും ഉമ്മയും വന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം അതാണല്ലോ, അതെടുത്ത് മാറ്റുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ജാസ്മിൻ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച സമയത്ത് ജാസ്മിൻ അവിടെ കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു. അതായത് സിജു അന്ന് ചോദിച്ചത് ആ ഫോട്ടോ എടുത്ത് കീറിക്കളയില്ലേ എന്നാണ്. അപ്പോൾ അത് അവരെടുത്ത് കീറിക്കളഞ്ഞതും അവരെടുത്ത് മാറ്റി വെക്കുന്നതും രണ്ടാണ്. അവർ കീറിക്കളഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സിജു പറഞ്ഞ കീറിക്കളയാത്തത് അവർ കാണിച്ച മര്യാദ, മാന്യത. അതെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കീറിക്കളയാന്ന് പറഞ്ഞാലും ഏകദേശം ഒന്ന് തന്നെയാണ് എന്ന് അവിടെ സിജു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ കിടന്ന് ഉരുണ്ടിട്ട് അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, ഇല്ലില്ല, എനിക്ക് എൻ്റെ വീട്ടുകാരെ ഇതിനിറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് അവിടെ ജാസ്മിൻ കിടന്ന് ഉരുണ്ട് പറയുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ജാസ്മിൻ അവിടെ സിജോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഗബ്രി വിഷയമല്ലാതെ എന്താണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള വിഷയം, അല്ലാതെ വേറെ എന്ത് കാര്യമുണ്ട് എൻ്റെ അടുത്ത് പറയാൻ എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അവിടെ സിജോ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ജാസ്മിൻ വീട്ടുകാർക്ക് കൊടുത്തൊരു സംഭാവന പോലെ വേറെ ആരും കൊടുക്കില്ല എന്നൊരു കാര്യം അവിടെ സിജോ പറയുന്നുണ്ടായിരുന്നു. അത്രയും നല്ല പേരാണ് വീട്ടുകാർക്ക് ജാസ്മിൻ എന്നുള്ള വ്യക്തി ഉണ്ടാക്കി കൊടുത്തത്. വീട്ടുകാർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളത് ഇത്രയും മോശപ്പെട്ട കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ജാസ്മിൻ വീണ്ടും അവിടെ സിജോയുടെ അടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗബ്രി വിഷയവും ഈ വിഷയവും അല്ലാതെ വേറെ എന്തുണ്ട് എന്നെ കുറിച്ച് പറയാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അവിടെ സിജോ പറയുന്നുണ്ടായിരുന്നു, ജാസ്മിൻ്റെ ചേഷ്ടകൾ എനിക്കിഷ്ടമല്ല, ജാസ്മിൻ്റെ ഹൈജീൻ പ്രശ്നം, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് അവിടെ സിജോ പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ജാസ്മിൻ ആകെ പെട്ടുപോയി എന്ന് പറയേണ്ടി വരും. ഹൈജീനെ കുറിച്ച് പറഞ്ഞ സമയത്ത് സിജോ അവിടെ പറയുന്നുണ്ടായിരുന്നു, കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് മൂക്ക് ചീറ്റുന്ന ആ പരിപാടി അതെനിക്ക് ഇഷ്ടമല്ല, ഞാനത് ജാസ്മിനെ വിളിച്ച് വാണിംഗ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ മുമ്പ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിനെ വിളിച്ച് അവിടെ സിജോ വാണിംഗ് ചെയ്യുന്നത്, കിച്ചണിൽ നിന്ന് അങ്ങനെ മൂക്ക് ചീറ്റരുത്, അത് വേണമെന്നുണ്ടെങ്കിൽ റൂമിൽ പോയിട്ടോ ബാത്റൂമിൽ പോയിട്ടോ ചെയ്തിട്ട് വരൂ എന്നുള്ളത്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞത്, ഞാൻ മൂക്ക് ചീറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചീറ്റി അത് ഞാൻ കൊണ്ട് കളഞ്ഞ് കൈ കഴുകിയിട്ടാണ് പിന്നീട് ഞാൻ കിച്ചണിലേക്ക് വരുന്നത് എന്നാണ് ജാസ്മിൻ അന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴും ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ സമയത്ത് പറയുന്നുണ്ട്, അത് അപ്സരയും നന്ദനയും പിന്നീട് അതൊരു വിഷമമായിട്ട് പറഞ്ഞിരുന്നു, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്തൊക്കെ ഈ മൂക്ക് ചീറ്റുന്ന ഈ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും, അതുപോലെ എല്ലാവർക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറിപ്പോവാൻ പറയുന്നതെന്ന്. അത് അവിടെ സിജോ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഇരുന്നിട്ട് ഒരാളിങ്ങനെ മൂക്ക് ചീറ്റുന്ന ഭയങ്കര ശബ്ദത്തിൽ മൂക്ക് ചീറ്റുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇറിറ്റേഷൻ വരുന്ന കാര്യമാണ്. അവിടെ സിജോ പറഞ്ഞത് വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് ബാത്റൂമിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യം, പ്രൈവറ്റ് സ്പേസിൽ പോയി നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. എന്തായാലും കിട്ടിയ അവസരത്തിൽ ഇപ്പോൾ ആകെ ജാസ്മിൻ ചമ്മി നാറി എന്ന് പറയേണ്ടി വരും. അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. വെറുതെ വടി കൊടുത്ത അടി വാങ്ങിയ പോലെയായി ജാസ്മിൻ സിജോയുടെ കയ്യിൽ നിന്ന്.